ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടേസ്റ്റി ഫുഡ് ബ്ലോഗർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിൾ ആൻഡ് ഈസി ക്രിസ്പി റെസിപ്പിയുമായിട്ട് ഒരു മാന്ത്രിക ചിക്കൻ. നമുക്ക് 3 ചേരുവകൾ വെച്ച് മാത്രം, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒന്നുമില്ലാതെ നമ്മുടെ കയ്യിലുള്ള 3 ചേരുവകൾ മാത്രം വെച്ച് സിമ്പിളായിട്ടും ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാന്ത്രിക ചിക്കനായത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് എനിക്ക് കുറച്ച് സമയക്കുറവായിരുന്നു, അപ്പോൾ വേഗത്തിൽ റെസിപ്പി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇത് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 3 ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ മാന്ത്രിക ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനായത്. കഴിച്ചാൽ മതിയാകുകയില്ല. നമ്മൾ ക്രഷ് മുളക് വെച്ച്, അതായത് ഇടിച്ച മുളക് വെച്ചാണ് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട്, അടി പിടിക്കാത്ത ഒരു പാനായിരിക്കണം എടുക്കുന്നത്. അല്ലെങ്കിൽ ചട്ടിക്കകത്ത് ഉണ്ടാക്കിയാൽ അടി പിടിക്കൽ, കാരണം നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണ്, നല്ല ടേസ്റ്റാണ്. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാനൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഇത് ഉണ്ടാക്കിയെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് വരുമ്പോഴത്തേക്ക് അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് 3 സ്പൂൺ ക്രഷ് മുളക് നമുക്കിതിലേക്ക് ചേർക്കാം. നല്ല ഈ മുളക് നമുക്ക് മൂത്ത് കിട്ടണം. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1/4 കിലോയോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കണം. ഇത്തിരി ഏറെ കറിവേപ്പില നമുക്കിതിലേക്ക് ചേർക്കാം. വേപ്പില എത്ര ചേർത്താലും നല്ലതാണ്. ആവശ്യത്തിന് വേപ്പിലയും നമ്മൾ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി എത്ര വേണേലും ചേർക്കാം. പിന്നെ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ കുറച്ച് ചേർക്കാം, എരിവ് ഒരുപാട് വേണ്ടിയവർക്ക്. പിന്നെ കളറിന് വേണേൽ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ ചേർത്തെടുക്കാം. ഇപ്പം ഞാൻ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാമോളം ഉള്ളി ചതച്ചുണ്ട്. ഉള്ളി ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് മാത്രവുമല്ല, നല്ല ഒരുമാതിരി കളർ ചേഞ്ച് ഒക്കെ വന്ന് ഗോൾഡൻ കളറാവണം. അതുവരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്ക് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ചെറിയ പീസായിട്ട് മുറിക്കണം. ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാക്കാവോ, നമ്മളൊരു മിഠായി എടുത്ത് വായിട്ട് കടിക്കുന്നത് പോലെ തന്നെയുള്ള വലിപ്പത്തിൽ വേണം ചിക്കൻ മുറിച്ചെടുക്കാൻ. ഞാനിവിടെ ചിക്കൻ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇതിന് കൂടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ള ഒന്നും നമുക്ക് ചേർക്കണ്ട. ഇപ്പം നമ്മുടെ ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ചുമല കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയതായിട്ട് മുറിച്ച് ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇത് കണ്ടില്ല, ഞാൻ ചെറിയ പീസായിട്ടാണ് ചിക്കന് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മുറിച്ചെടുത്താൽ മാത്രമേ ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി വെള്ളം ഒന്നും ചേർക്കേണ്ട, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് ഈ വെള്ളത്തിൽ തന്നെ നമുക്കൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ചിക്കനുള്ള ആവശ്യത്തിന് വേവാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാൻ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. 20 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കളറൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് നല്ല ബ്ലാക്ക് കളറാകണ്ട, എന്നാലും ഒരു ഡാർക്ക് ബ്രൗൺ കളറാകണം. എന്നാലാണ് നല്ല ടേസ്റ്റ് കഴിക്കാൻ. ഇപ്പം കണ്ടില്ലേ, ആ മുളകിൻ്റെയൊക്കെ കളറ് വന്ന്. വേറെ ഒരു മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അധികം ചേരുവകളൊന്നുമില്ല. ചിക്കൻ ഉണ്ട്, ഇന്നും നല്ല ടേസ്റ്റും ആയിരിക്കുമേ. നേരമില്ലാത്ത സമയത്തൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ക്രിസ്പി റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിത് ഡാർക്ക് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാൻ കറക്റ്റാണോ എന്ന്. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അധികം ചേരുവകളൊന്നും ചേർക്കാനില്ല. ലാസ്റ്റ് കുറച്ച് മസാലപ്പൊടി 1 സ്പൂണ്. അത് വേണമെങ്കിൽ മാത്രം മതി, ഓപ്ഷനലായി. ഈ കാണുന്ന കളറേ ഉള്ളൂ കേട്ടോ, അധികം എരിവൊന്നുമില്ല.
കാരണം നമ്മൾ പൊടിച്ച മുളകല്ലേ ചേർത്തിരിക്കുന്നത്. ഈ ക്രഷ് മുളക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ഒന്ന് മിക്സി ജസ്റ്റ് വറ്റൽ മുളക് കൊണ്ടേ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല കളറിലായിരിക്കുന്നത്. ഇനി ഇത് മൂക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മാന്ത്രിക ചിക്കൻ്റെ അതേ കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് മസാല കൂട്ടി ചേർക്കുന്നുണ്ട്. നമ്മുടെ പട്ട ഗ്രാമ്പൂ ഒക്കെ പൊടിച്ചത് 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് തന്നെ ഓപ്ഷൻ ഉണ്ടാ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് കുറച്ച് ഹെൽത്തിയും കൂടെയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ആണെങ്കിലും വെളിച്ചെണ്ണ, പിന്നെ വേപ്പില, ഫ്രഷ് മുളക്, അത്രയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയല്ലേ ഇത് ചേരുവയുള്ളൂ. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. സാധാരണ ചിക്കൻ കറി ഒന്നും പോലെയല്ല, നമ്മൾ നല്ല ക്രിസ്പിനെസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാന്ത്രിക ചിക്കൻ ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ റെസിപ്പിയുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഞങ്ങളുടെ വേറൊരു വീഡിയോ വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.